മഹാന്മാരായ പ്രവാചകന്മാർ ഒരുപാട് പേർ കടന്നു വന്ന നാടാണത്. സുലൈമാൻ നബി അലൈഹിസ്സലാം അവിടെയാണ് വന്നത്, അവിടെയാണ് അധികാരം നിർവഹിച്ചത്. ജെറൂസലേമിൽ, ഖുദ്സിൽ. لعن الذين كفروا من بني إسرائيل على لسان داود وعيسى بن مريم ذلك بما عصوا وكانوا يعتدون. അവർ തിന്മകൾ നിരന്തരം ചെയ്തു കൂട്ടിയവരായിരുന്നു. ലഹരികൾ അവർക്ക് പ്രശ്നമല്ലായിരുന്നു. വ്യഭിചാരങ്ങളും തട്ടിപ്പും വെട്ടിപ്പും വഞ്ചനയും കുതന്ത്രങ്ങളും അവരുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. എന്നാൽ കാനൂ ലാ യതനാഹൗന അൻ മുൻകരിൻ ഫഅലൂ, സ്വന്തം നാട്ടുകാര്, സ്വന്തം ഉടപ്പറപ്പീങ്ങളെ സ്വന്തം കൺമുമ്പിൽ വെച്ച് തിന്മകൾ ചെയ്യുമ്പോൾ ഇത് ചെയ്യല്ലേ എന്ന് അവരാരും പരസ്പരം പറയാറില്ലായിരുന്നു. ആരും പരസ്പരം തിന്മകൾ ചെയ്യുന്നവരെ കൈപിടിച്ച് നിർത്താറില്ലായിരുന്നു. അതിന്റെ പേരിലാണ് രണ്ട് പ്രവാചകന്മാരുടെ നാക്കിലൂടെ, അവരുടെ വാക്കുകളിലൂടെ ഒരു സമൂഹം ഒന്നാകെ ശപിക്കപ്പെട്ടത് എന്ന് വിശുദ്ധമായ ഖുർആൻ. നമ്മളെ അല്ലാഹു ശപിച്ചിരിക്കുമോ നമുക്കറിയില്ല. ഒരു തിന്മയുടെ പേരിലാണ് നമ്മുടെ വല്ലിപ്പയെ ആദം നബി അലൈഹിസ്സലാമിനെ അവരുടെ അദീമായ അവരുടെ ഹദറത്തിലേക്ക് നോക്കുമ്പോൾ അതൊരു വലിയ തെറ്റാവാം. മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഇഹ്ബിതാ മിൻഹാ ജമീആ, കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ പഴം ഒരിക്കൽ കഴിച്ചതിന്റെ പേരിലാണ് ആദം നബി അലൈഹിസ്സലാം സ്വർഗത്തിലേക്ക് ഇറങ്ങി വന്നത്. ലഹരികൾ കൈകളിൽ അല്ലാഹു കാശ് തരുമ്പോ നമ്മുടെ മാതാപിതാക്കളുടെ കരങ്ങളിലൂടെ മക്കൾക്ക് കാശ് കിട്ടി തുടങ്ങുമ്പോ, നമ്മുടെ ബിസിനസ്സുകാർക്ക് അല്ലാഹു നിഅമത്ത് ചെയ്യുമ്പോ ആ നിഅമത്തുകൾക്ക് പൂർവോപരി അല്ലാഹുവിന്റെ മുമ്പിൽ ശുക്രിൽ വീണുകൊണ്ട് റബ്ബിനോട് നന്ദി പറയേണ്ടതിന് പകരം ലഹരി വസ്തുക്കൾ എത്ര വില കൂടിയാലും എവിടെന്ന് കിട്ടിയാലും വേണ്ടിയില്ല, വേണം ഞങ്ങൾക്ക് എന്ന് പറഞ്ഞ് നമ്മുടെ കുട്ടികളുടെ സിരകളിലൂടെ ഒരു തവണയല്ല, രണ്ടല്ല, മൂന്നല്ല, അഡിക്ഷൻ വരുന്നത് വരെ, ജീവിതം നശിച്ചു പോകുന്നത് വരെ അവര് തിന്മയിലേക്ക് കടന്നു പോകുന്നത് നമ്മുടെ കൺമുമ്പിൽ കാണുമ്പോൾ നമ്മൾ അറിയണം, ആദം നബി അലൈഹിസ്സലാമിനോട് കഴിക്കരുത് എന്ന് പറഞ്ഞത് ഒരു ലഹരിയായിരുന്നില്ല എന്നറിയണം. അതൊരു പഴമായിരുന്നു. ആ ഒരു പഴം കഴിച്ചതിന്റെ പേരിലാണ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകണം ആദം നബിയെ, ഹവ്വാ ബീവിയെ എന്ന് ഒരു തിന്മ കൊണ്ടാണ് അല്ലാഹു പറഞ്ഞതെങ്കിൽ അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് നിങ്ങൾ ഇറങ്ങണമെന്ന് നമ്മളോട് അല്ലാഹു പറഞ്ഞിരിക്കുമോ എന്ന് പേടിക്കേണ്ടവരാണ് നമ്മൾ. സയ്യിദുനാ ഖദർ അലൈഹിസ്സലാമിന്റെ കൂടെ സയ്യിദുനാ മൂസൽ കലീം അലൈഹിസ്സലാം ഞാൻ നിങ്ങളുടെ കൂടെയൊന്ന് യാത്ര പോരട്ടെയോ എന്ന് സമ്മതം ചോദിച്ച് യാത്ര പോകുന്ന രംഗം സൂറത്തുൽ കഹ്ഫിന്റെ അവസാന ഭാഗങ്ങളിൽ നമ്മൾ ഓതുന്നുണ്ടല്ലോ. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വിശേഷിച്ചും ഹാദാ ഫിറാഖു ബൈനി വബൈനിക്, മൂസ നബി അലൈഹിസ്സലാം 3 തവണ തെറ്റു ചെയ്തു പോയി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അവരുടെ ഉടമ്പടിക്ക് വിരുദ്ധമായിരുന്നു. ഖിദർ നബി അലൈഹിസ്സലാം പറഞ്ഞത്, മൂസ നബിയെ, ഞാൻ ചെയ്യുന്ന വിഷയങ്ങളിൽ നിങ്ങൾ എന്നോട് ചോദ്യം ചെയ്യാൻ പാടുള്ളതല്ല. കപ്പലിന്റെ പലകകൾ പിടിച്ചു പൊട്ടിക്കുമ്പോഴേ മൂസ നബി ചോദിച്ചു പോയി, ഇത് മോശമല്ലേ നമ്മൾ ചെയ്യുന്നത്? അത്രേ ചോദിച്ചിട്ടുള്ളൂ. ഒരു കുട്ടിയെ കഴുത്ത് ഞെരുക്കി കൊല്ലുമ്പോ ഇത് വളരെ മോശമല്ലേ നമ്മൾ ചെയ്യുന്നത്? ആരുടെയോ ഒരു മതില് നിവർത്തി വെച്ച് കൊടുക്കുമ്പോ അതിന് വല്ല കാശും വാങ്ങിച്ച് ചെയ്തുകൂടെ? നമ്മൾ വിശക്കുന്നവരല്ലേ, ആ കാശ് കൊണ്ട് ഭക്ഷണം വാങ്ങിച്ചുകൂടായിരുന്നോ എന്ന് ചോദിച്ചതിന്റെ പേരിൽ 3 ചോദ്യങ്ങളുടെ പേരിലാണ് മൂസ നബിയെ, ഞാനും നിങ്ങളും ഇനി ഒരിക്കലും കൂടെ നടക്കാൻ പറ്റില്ല എന്ന് 2 കൂട്ടുകാർ വേർപിരിയുന്നത്. മഹാന്മാരായ മുഫസ്സിറുകൾ ഈ സംഭവം വിവരിച്ചുകൊണ്ട് പറയുന്നു, 3 തെറ്റിന്റെ കാരണം ഖിദർ നബി ഹാദാ ഫിറാഖു ബൈനി വബൈനിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലാഹു ജല്ല ജലാലു നമ്മളോട് ഹാദാ ഫിറാഖു ബൈനി വബൈനിക് എന്ന് നമ്മൾ ചെയ്യുന്ന ചെറുദോഷങ്ങൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴോ വൻപാപങ്ങൾ ചെയ്തതിന്റെ പേരിലോ അല്ലാഹു നമ്മളോട് പറഞ്ഞു കാണുമോ, ഹാദാ ഫിറാഖു ബൈനി വബൈനിക്, നീ പൊയ്ക്കോ, നിന്നെ എനിക്ക് വേണ്ട എന്ന് റഹ്മാനായ റബ്ബ് നമ്മളോട് പറഞ്ഞിരിക്കുമോ എന്ന് പോലും അറിയാതെ എന്തു ധൈര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്? യുവതലമുറ അള്ളാഹുവിനോട് റഹ്മത്തും റബ്ബിനോട് ശുക്റും പറയേണ്ടതിന് പകരം സിരകളിലൂടെ ലഹരിയും മദ്യവും ഒഴുകുമ്പോൾ നമ്മൾ അറിയണമേ, അള്ളാഹുവിന്റെ നിഅമത്തിനാണ് നിഖമത്തായി നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഇടപെടണം, അവിടെ സംസാരിക്കണം, അവിടെ തെറ്റുകൾ തിരുത്തണം.
നാട്ടിൽ ആളുകൾ നിരന്തരമായ ബോധവൽക്കരണം നൽകപ്പെട്ട് നമ്മുടെ ചെറുപ്പക്കാരെ വിശേഷിച്ച് ഇതുപോലെയുള്ള തിന്മകളിൽ നിന്ന് കരകയറ്റേണ്ട ഉത്തരവാദിത്വം അത് ഗവൺമെന്റിനോ പോലീസുകാർക്കോ മാത്രമുള്ളതല്ല, നമ്മൾ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. അത് ചെയ്യാത്തതിന്റെ പേരിലാണ് ഒരു സമൂഹം 2 പ്രവാചകന്മാരുടെ നാക്കിലൂടെ ശപിക്കപ്പെട്ടത് എന്ന് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് ഇത് എന്റെ വിഷയമല്ല എന്ന് പറയരുത്, ഞാൻ ഇടപെടേണ്ടതില്ല എന്ന് പറയരുത്. അലാ അലാ ശാരിബിൽ ഖംരി അൻ യുൻകിറ അലൽ ജുല്ലാസ്. ഇമാം ഗസാലി തങ്ങൾ പറയുന്നുണ്ട്, കള്ളു കുടിക്കുന്ന ഒരു മനുഷ്യൻ, കള്ളിന്റെ കുപ്പി, അതിന്റെ ചഷകം, അവന്റെ മയക്കുമരുന്നിന്റെ അതിന്റെ പൗഡർ കയ്യിൽ വെച്ചുകൊണ്ട് പോലും അവൻ പറയണം കൂടെയുള്ളവനോട് നീ അത് ചെയ്യരുത് എന്ന്. പരിഹാസ്യമായി തോന്നേക്കാം, തിന്മ ചെയ്യുന്ന ആള് പോലും ആ തിന്മ ചെയ്യരുത് എന്ന് പറയാൻ ബാധ്യസ്ഥനാണ് എന്ന് പഠിപ്പിക്കുകയാണ് മഹാനവറുകൾ. തിന്മ ചെയ്യണം എന്നല്ല ഈ പറയുന്നത്, തിന്മ ചെയ്യുന്ന നിർത്തണം, തിന്മ ചെയ്യുന്നവരെയും നിർത്തിക്കണം. ഇത് രണ്ടും ഒരേപോലെ നിർബന്ധമാണ്. ഒരു തിന്മ ചെയ്തതിന്റെ പേരിൽ മറ്റൊരു ബാധ്യത ഇല്ലാതെയാവുന്നില്ല. കൂടെ കുടിക്കുന്നവരോട് നീ കുടിക്കരുത് എന്ന് കുടിക്കുന്നവൻ പറയൽ നിർബന്ധമാണത്രേ. അലാ ശാരിബിൽ ഖംരി അലാ ശാരിബിൽ കഅസി അൻ യുൻകിറ അലൽ ജുല്ലാസ്. അതുകൊണ്ട് ഈ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ പതനം തിന്മകളെ കണ്ടില്ലെന്ന് നടിക്കുന്നതാണ്. ആലിമീങ്ങൾ നമ്മുടെ വിവാഹങ്ങളിലൊക്കെ അനാവശ്യമായ കാര്യങ്ങൾ നടക്കുമ്പോൾ ഇറങ്ങിപ്പോന്നിരുന്നു. ഇന്ന് മനസ്സുകൊണ്ടെങ്കിലും വെറുക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യാത്ത വിധം നമ്മുടെ ചുറ്റുപാടുകൾ മലീമസമാണ്. ആരെങ്കിലും ഒരു തിന്മയെ വാക്കുകൊണ്ട് എതിർത്തു പോയാൽ അവർ ഒറ്റപ്പെടുത്തപ്പെടുന്ന സാഹചര്യം പോലും ആഗതമാകുന്നു. എത്ര വലിയ ഗുരുതരമാണത്! വല്ലാഹി ലതഅ്മുറുന്ന ബിൽ മഅറൂഫ് വലതൻഹവുന്ന അനിൽ മുൻകർ. തിന്മകൾ നിങ്ങൾ പിടിച്ചു നിർത്തേണമേ, നന്മകളെ നിങ്ങൾ ഓരോരുത്തരും പ്രോത്സാഹിപ്പിക്കണമേ. 5 വക്ത് നിസ്കരിക്കണമെന്ന് പറഞ്ഞു നിർത്തരുത്. തഹജ്ജുദ് നിസ്കരിക്കണമെന്ന് പറയണേ, വിത്ർ നിസ്കരിക്കണമെന്ന് പറയണേ, സ്വലാത്തു തസാബീഹ് തസ്ബീഹ് നിസ്കാരം ആഴ്ചയിൽ ഒന്നെങ്കിലും നിർവഹിക്കണേ എന്ന് സ്വന്തം മക്കളോട് പറയുന്ന പോലെ നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുന്ന മക്കളോട് ഉപദേശിച്ചുകൂടെ? ഇത് നിങ്ങൾ ചെയ്തില്ല എങ്കിൽ നിങ്ങളിൽ ഏറ്റവും മോശപ്പെട്ട ആളുകളുടെ കൈകളിലേക്ക് നിങ്ങളുടെ അധികാരം അള്ളാഹു ഏൽപ്പിക്കും. അത് നിങ്ങളുടെ മഹലിൻ്റെതാകാം, നിങ്ങളുടെ പഞ്ചായത്തിൻ്റെതാകാം, മണ്ഡലത്തിൻ്റെതാകാം, ജില്ലയുടേതാകാം, സ്റ്റേറ്റിൻ്റെതാകാം, രാജ്യത്തിൻ്റെതാകാം. നിങ്ങൾ ഇഷ്ടപ്പെടാത്തവർ നിങ്ങളുടെ മേൽ അധികാരം ചെലുത്തും. നിങ്ങളിൽ നല്ല ആളുകളൊക്കെ റബ്ബിനോട് കയ്യുയർത്തി ദുആ ചെയ്യും, പടച്ചവനെ ഈ അദാബ് നീക്കി തരേണമേ. ഫലാ യുസ്തജാബു ലക്കും, നിങ്ങൾക്കതിന് ഉത്തരം കിട്ടുകയില്ല എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഭരണാധികാരി, അതും അൽ മഹ്ദിയെ പോലെ ക്രൂരനായ ഒരു ഭരണാധികാരിയുടെ മുമ്പിൽ നിന്നുകൊണ്ടാണ് മഹാനായ അല്ലാമ ശരീഖ് ഇബ്നു അബ്ദുല്ലാഹിൽ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തുന്നത്. ശരീഖ് തങ്ങളോട് മഹ്ദി ചോദിച്ചു, അഫ അൻത ഹദ്ദഥഹു ബിഹാദൽ ഹദീസ്. അബൂ ഉമയ്യ എന്ന് പറയുന്ന നിങ്ങളുടെ ശിഷ്യനോട് നിങ്ങളാണോ ഈ ഹദീസ് നിങ്ങൾ പറഞ്ഞു കൊടുത്തത്? നിങ്ങളാണോ? ലാ യാ അമീറൽ മുഅ്മിനീൻ കദബ വല്ലാഹി മാ ഹദ്ദഥുഹു. ഞാനല്ല ഹദീസ് പറഞ്ഞതാരാ? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹിക്മത്തിൽ മറുപടി പറഞ്ഞു. അപ്പൊ ഈ അബൂ ഉമയ്യ പറഞ്ഞു, രാജാവേ, ഞാൻ കേട്ടത് അദ്ദേഹം നിഷേധിക്കുകയാണോ? ഞാനത് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ കേട്ടിട്ടില്ല എങ്കിൽ അല്ലാഹുവിന്റെ കഅബാലയത്തിലേക്ക് ഇവിടെ ഷാമിൽ നിന്ന് കാൽനടയായി ഹജ്ജിന് പോകാൻ ഞാൻ അല്ലാഹുവിനോട് നേർച്ച ചെയ്യുന്നു. ഞാൻ കേട്ടു എന്നതിന് അദ്ദേഹം തറപ്പിച്ചു പറയാൻ, ഞാൻ കേട്ടില്ല എങ്കിൽ ഫലില്ലാഹി അലയ്യ അൻ ഹജ്ജ ഇലാ ബൈതിഹി മാഷിയാ, നടന്നിട്ട് ഞാൻ ഹജ്ജിന് പോകും. അപ്പോ ശരീക്ക് തങ്ങള് ഞാനത് പറഞ്ഞു എന്നവൻ സ്ഥാപിക്കുകയാണെങ്കിൽ അവന്റെ മേൽ എന്താണോ ഉള്ളത് അത് ഞാനും എന്റെ മേൽ വഹിക്കുന്നു. പെട്ടെന്ന് കേട്ടാൽ ഞാനും നടന്ന് ഹജ്ജ് പോകുന്ന തോന്നാ. അപ്പൊ അബൂ ഉമയ്യ പറഞ്ഞു, രാജാവേ, അയാൾ പറയണത് എന്റെ ദേഹത്തുള്ളത് അയാൾ ഏറ്റെടുക്കും, എന്റെ കുപ്പായിടുന്നാണ് പറയണത്, ഹജ്ജിന് പോകുന്നല്ല ഈ പറയുന്നത്. ഹിക്മത്തിലൂടെ മഹാനവറുകൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. പറഞ്ഞു, സത്യം പറയണം, എന്നാ പിന്നെ സത്യം ചെയ്യണം. ഞാൻ ആ ഹദീസ് ഉദ്ധരിച്ചിട്ടില്ല എന്ന് പറയാം.
ലാ വല്ലാഹി ലാ ഹലിഫു, സത്യം ചെയ്യാൻ ഞാനില്ല, ബൽ മാ ജാഅക ഹുവസ് സ്വഹീഹ്, ആ ഒരു ഹദീസ് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഖുറൈശികളിലെ ഭരണാധികാരികൾ അള്ളാഹുവിനെ ഭയപ്പെടുകയും സുന്നത്തും കിതാബും അനുസരിച്ച് ഭരണം നടത്തുകയും ചെയ്യുമ്പോൾ അവരെ പരിപൂർണമായും അനുസരിക്കണമെന്നും അവർ ഹഖിന്റെ മാർഗത്തിൽ നിന്ന് വേർതിരിഞ്ഞു പോയാൽ നിങ്ങൾക്ക് അവരോട് ബാധ്യതയില്ല എന്ന് പറയുന്ന ഹദീസ് ഞാൻ പറഞ്ഞു കൊടുത്തു എന്നത് സത്യം തന്നെയാണ്. രാജാവ് അങ്ങ് ദേഷ്യപ്പെടാൻ തുടങ്ങി. അല്ലാമ അഅ്മശ് എന്നവരെ ചീത്ത വിളിക്കാൻ തുടങ്ങി. കാരണം ശരീഖ് എന്നവരുടെ ഗുരുനാഥനാണ് അല്ലാമത്തുൽ അഅ്മശ് റഹ്മത്തുള്ളാഹി അലൈഹി. ഇമാം അഅ്മശ് എന്നവരെ ചീത്ത വിളിക്കാൻ തുടങ്ങി. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത അഅ്മശ് എന്നവരാണ്. അവർ മരിച്ചിട്ടുണ്ട് കാലങ്ങൾക്ക് മുമ്പ്. ചീത്ത വിളിച്ചുകൊണ്ട് പറഞ്ഞു, വല്ലാഹി ലൗ അഅലമു ഖബ്റ ഹാദാ സക്റാനി ലഅഹറഖ്തുഹു. ഭരണാധികാരികളില്ലേ, ദേഷ്യപ്പെട്ട എന്തൊക്കെയാ പറയാന്ന് അറിയില്ല. ഈ കള്ളുകുടിയനായ മനുഷ്യന്റെ ഖബർ ആരെപ്പറ്റി? മഅദല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്. ഇമാം അഅ്മശ് എന്നവരെ കുറിച്ച് പറയാം, സക്റാനായ ഈ മനുഷ്യന്റെ ഖബർ എനിക്കറിയുകയാണെങ്കിൽ ഞാൻ ആ ഖബർ പോയി കത്തിച്ചു കളഞ്ഞേനെ. അങ്ങനെ അദ്ദേഹത്തെ പറ്റി ആരോപണം പറയാൻ ചില കാരണങ്ങളുണ്ട്. ചില മസ്അലകളിൽ ചില വിഷയങ്ങൾ ആലിമീങ്ങൾ ഫത്വ കൊടുക്കുമ്പോഴേ കാര്യം മുഴുവൻ മനസ്സിലാക്കാത്ത ആളുകൾ എന്ത് ചെയ്യും? ഒറ്റയടിക്ക് നിങ്ങളുടെ ആക്ഷേപം പറയും. ഇമാം അഅ്മശ് എന്നവർ ഇറാഖുകാരുണ്ടാക്കുന്ന മുനസ്സഫ് എന്ന് പറയുന്ന ഒരു തരം മുന്തിരിച്ചാറുണ്ട്. അത് കള്ളാണ്, മുസ്കിറാണ് എന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട്. അഅ്മശ് എന്നവർ പറഞ്ഞു അത് മുസ്കിർ അല്ല, മുസന്നഫ് അൽ മുനസ്സഫ് എന്ന് പറയുന്ന ഒരു തരം വീഞ്ഞാണത്. കള്ള് ഹലാലാണെന്ന് ഒരു ഇമാമും ഒരു ആലിമും ലോകത്തെ ഫത്വ കൊടുത്തിട്ടില്ല. പക്ഷേ കള്ളാണോ അല്ലയോ എന്ന് സംശയമുള്ള ചില കാര്യങ്ങൾ ഉണ്ടാവും, ചില വസ്തുക്കളിൽ നിന്ന് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഇറാഖിൽ ഉണ്ടായിരുന്ന മുനസ്സഫ് എന്ന് പറയുന്ന ഒരു തരം വീഞ്ഞുണ്ടായിരുന്നു. അത് കുടിക്കാവുന്നതാണ് എന്ന് ഇമാം അഅ്മശ് എന്നവരുടെ ഫത്വയുണ്ട്. അപ്പൊ പിന്നെ മൂപ്പരങ്ങ് കണക്കാക്കി കള്ള് കുടിക്കാൻ ഫത്വ കൊടുത്ത ആളാണ്. അങ്ങനെയാണല്ലോ ഇപ്പോഴത്തെ കാലഘട്ടം. എന്താണ് പറഞ്ഞ വിഷയം അത് മുഴുവനായിട്ട് മനസ്സിലാക്കൂല, ഒറ്റയടിക്കങ്ങ് പിന്നെ അങ്ങ് സ്റ്റാമ്പ് ചെയ്യും. അതിങ്ങനെയാണ്, പലിശ ഹലാലാണെന്ന് പറഞ്ഞ ആളാണെന്ന് പറയും. അങ്ങനെയൊന്നും ആയിരിക്കില്ല പറഞ്ഞിട്ടുണ്ടാവുക. ചില വിഷയങ്ങളിൽ ആ വിഷയത്തിന്റെ ഗൗരവവും അതിന്റെ വിശാലതയും മനസ്സിലാക്കാതെ അങ്ങ് തള്ളിവിടും. അഅ്മശ് എന്നവർ അങ്ങനെയാണ് സക്റാൻ എന്ന് വിളിക്കുന്നത്. ഈ മഹദി ഭയങ്കര ഗുരുതരമായ തെറ്റാണ്. ഒരു പണ്ഡിതനെ കള്ളുകൂടി എന്നാണ് പറഞ്ഞത്. മഹാനായ ശരീഖ് എന്നവരെ വിട്ടുകൊടുത്തില്ല. മഹാനവർ പറഞ്ഞു, വല്ലാഹി ലാ യാ അമീറൽ മുഅ്മിനീൻ വല്ലാഹി മാ കാന യഹൂദിയൻ ബൽ കാന റജുലൻ സ്വാലിഹാ. എനിക്ക് ഹദീസ് പഠിപ്പിച്ചു തന്ന എന്റെ ഗുരുനാഥനെ കള്ളുകുടിയനാണ് എന്ന് നിങ്ങൾ പറയുകയാണോ? മുനസ്സഫ് എന്ന് പറയുന്ന ഒരു ദ്രാവകം ഹലാലാണ് എന്ന് ഫത്വ കൊടുത്തതിന്റെ പേരിൽ മാ കാന യഹൂദിയൻ, എന്റെ ഗുരുനാഥൻ ഒരു ജൂതനായിരുന്നില്ല, ബൽ കാന റജുലൻ സ്വാലിഹാ, സ്വാലിഹായ ഒരു മനുഷ്യനായിരുന്നു. ആ മഹാന്റെ ഖബർ നിങ്ങൾ കത്തിക്കുമെന്നാണോ ദേഷ്യപ്പെട്ടുകൊണ്ട് പറയുന്നത്? ഇത് പുണ്യ റസൂലിന്റെ ഹദീസല്ലയോ? ഇമാം അഅ്മശ് എന്ന ഗുരുനാഥന്റെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി മഹാനായ ശരീഖ് തങ്ങൾ ചെയ്യുന്ന ത്യാഗമാണത്. ഒരു കാര്യം പറയട്ടെ, നമ്മുടെ മുമ്പിൽ വെച്ച് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഗീബത്ത്, നമീമത്ത് ഒരു മനുഷ്യൻ പറഞ്ഞാൽ, ഒരാൾ കുറ്റം പറയാ, അയാൾ മോശക്കാരനാണ്, അയാൾക്ക് ഇന്ന കുഴപ്പങ്ങളുണ്ട്, അയാൾ ഇന്ന തെറ്റ് ചെയ്യുന്ന ആളാണ്. ഇങ്ങനെ ഒരാളിന്റെ അഭാവത്തിൽ ഗീബത്തായിട്ടോ അല്ലെങ്കിൽ ഏഷണി കൂട്ടാൻ വേണ്ടിയിട്ടോ ഒരാൾ മറ്റൊരാളെ പറ്റി പറയാൻ പാടില്ലാത്തത് പറയുമ്പോൾ അത് മൗനമായി കേട്ടു നിൽക്കുന്നത്, മറുപടി കൊടുക്കാതെ കേട്ടു നിൽക്കുന്നത് പറയുന്നവനെ പോലോത്തെ തെറ്റാണ് എന്ന് മനസ്സിലാക്കണം. പറയുന്നവനെ പോലോത്തെ തെറ്റാണ്. അൽ മുസ്തമിഉ ശരീകുൽ ഖായിൽ. ഒരാളെ കുറ്റം പറയുമ്പോൾ ആ അതെ 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 എന്ന് മൂളിക്കൊടുക്കുന്നത് ആ മനുഷ്യനെ പറ്റി ഗീബത്ത് പറയുന്നതിന്റെ തുല്യമാണ്. അതേ കുറ്റം കിട്ടും. നേരെ മറിച്ച് നീ ഗീബത്തല്ലേ പറയുന്നത്, ഒരു മുഅ്മിനായ ആണിനെ കുറിച്ച് ഒരു പെണ്ണിനെ കുറിച്ച് പറയാൻ പാടില്ലാത്തത് പറയല്ലേ. ഞാനും നീയൊക്കെ മുന്തിയ ആളുകളാണോ? നമുക്ക് ആരെങ്കിലും കുറ്റം പറയാൻ അധികാരമുണ്ടോ? നമ്മുടെ മൂക്കിലും വായിലും പഞ്ഞി വെച്ച് കെട്ടിവിടുന്ന നാളിനെ കുറിച്ച് ഓർമ്മയുണ്ടോ? മഹാനായ മഅറൂഫുൽ ഖർഖി തങ്ങളുടെ മുമ്പിൽ ഒരാൾ ഗീബത്ത് പറഞ്ഞപ്പോൾ മഹാനവറുകൾ ലോകം കണ്ട കൂഫ സമ്മാനിച്ച ലോകത്തെ ഏറ്റവും പ്രഗത്ഭരായ സൂഫി വര്യന്മാരിൽ മഹാനാണ് മഅറൂഫുൽ ഖർഖി റഹ്മത്തുള്ളാഹി അലൈഹി. ഒരാൾ വന്ന് ഗീബത്ത് പറയാൻ, മഹാൻ പറഞ്ഞു, മൂക്കിലും വായയിലും കണ്ണിന്റെ മീതെയും പഞ്ഞി വെച്ച് നിന്നെ കൊണ്ടുപോകുന്നൊരു ദിവസം നീ ഓർക്കുന്നില്ലയോ? അപ്പൊ മനുഷ്യൻ പറയൽ നിർത്തിയെന്നാണ്. നീ എന്തിനാണ് ഈ കുറ്റം പറയുന്നത്?
ഒരാളെ പറ്റിയൊരു കുറ്റം പറഞ്ഞാൽ, ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഇസ്സത്തിന് കോട്ടം തട്ടുന്നത് ആരെങ്കിലും പറയുകയാണെങ്കിൽ അതിനെ തിരുത്തി കൊടുക്കേണ്ടത് മുഅ്മിനീങ്ങളുടെ ബാധ്യതയാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശരിക്കും മനസ്സിലാക്കണം, മുഅ്മിനീങ്ങൾ മനസ്സിലാക്കണം, അല്ലാഹുവിലും അന്ത്യനാളിലും അല്ലാഹുവിന്റെ ഹിസാബിലും വിശ്വാസമുള്ള മുഅ്മിനീങ്ങളോടാണ് പറയുന്നത്. ഒരു മുഅ്മിനായ മനുഷ്യനെ, അതൊരു മുതഅല്ലിമാവാം, ഒരു ആലിമാവാം, ഒരു സയ്യിദാവാം, തങ്ങളാവാം, പണ്ഡിതരാകാം, ദീനിന്റെ ഖാദിമീങ്ങളാകാം, മുസ്ലിമാണോ, അഹ്ലുൽ ഖിബ്ലയാണോ, അല്ലദീ യുസല്ലി ഖിബ്ലതനാ, നമ്മുടെ ഖിബ്ലയിലേക്ക് നിന്ന് തിരിഞ്ഞ് നിസ്കരിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ ആ മനുഷ്യനെ കുറിച്ച് മോശമായത് ആരെങ്കിലും എഴുതി വിടുകയോ പോസ്റ്റ് ചെയ്യുകയോ ആരോപണങ്ങൾ വീഡിയോ ഫയലുകളാക്കി യൂട്യൂബിലോ ഫേസ്ബുക്കിലോ അപ്ലോഡ് ചെയ്യുകയോ ചെയ്താൽ അതിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന ആളുകൾ, മുഅ്മിനീങ്ങളുടെ ഇസ്സത്തിനെ പ്രതിരോധിക്കൽ അവർക്ക് നിർബന്ധമാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേൾക്കുകയോ ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ ഫോർവേഡ് ചെയ്യുകയോ ചെയ്യുന്നത് ആ മനുഷ്യനെ കുറിച്ച് ഗീബത്ത് പറയുന്നതിന്റെ അതേ കുറ്റമാണ് എന്ന് എത്ര പേര് മനസ്സിലാക്കിയിട്ടുണ്ട്? എത്ര ഗുരുതരമാണ്! ഒരൊറ്റ ക്ലിക്കിലൂടെ നമുക്ക് കിട്ടുന്നത് എത്ര വലിയ തെറ്റുകളാ മുമ്പിനെ, എത്ര വലിയ, എവിടെ ഇത് കൊണ്ടുപോയി വെക്കുക? മുമ്പൊരാളെ ഗീബത്ത് പറഞ്ഞാൽ മുമ്പിലുള്ള ആളെ കേൾക്കുള്ളൂ. ഇത് പോസ്റ്റ് ചെയ്യല്ലേ? കോടിക്കണക്കിന് മനുഷ്യന്മാരൊക്കെയാണ്. ഇത്രയും മനുഷ്യന്മാരെ മുമ്പിൽ ചെന്ന് പൊരുത്തപ്പെടിക്കാൻ കഴിയുമോ? എന്നിട്ട് പിന്നെ അവസാനം ഞാൻ പറഞ്ഞ് പൊരുത്തപ്പെടണട്ടാ, അത് ഒരാളോടെ നിങ്ങൾ പൊരുത്തപ്പെടിച്ചുള്ളൂ, ബാക്കി നൂറുകണക്കിന് ആയിരക്കണക്കിന് മനുഷ്യന്മാരുടെ ചെവിയിൽ ഇതെത്തി, നിങ്ങൾക്ക് അവരോട് പൊരുത്തപ്പെടിക്കാൻ കഴിയുമോ? അള്ളാഹു പൊരുത്തപ്പെട്ടു തരുമോ? നിങ്ങൾ ആലോചിച്ചു നോക്കി, എത്ര വലിയ ഗൗരവമാണ്. സ്വന്തം ഗുരുനാഥനെ അഅ്മശ് എന്നവരെ ആക്ഷേപിച്ചപ്പോ മരണപ്പെട്ടു പോയ മഹാൻ, അന്ന് ജീവിച്ചിരിപ്പില്ല അഅ്മശ് എന്നവര്, ശരീക്ക് എന്നവരുടെ ഉസ്താദ, ഈ ഹദീസ് പറഞ്ഞു കൊടുത്ത ഉസ്താദാണ്. عن شريك عن أعمش عن الأعمش عن سالم عن ثوبان عن النبي صلى الله عليه وسلم. ആ ഹദീസിന്റെ സനദ് അങ്ങനെയാണ്. മഹാനായ ശരീക്ക് റഹ്മത്തുള്ളാഹി അലൈഹി ജീവൻ പോകുമെന്ന് പറഞ്ഞ ഭീഷണിയുള്ള നേരത്ത് സ്വന്തം ഗുരുനാഥന്റെ ഖബർ കത്തിക്കാൻ മാത്രം അയാൾ ജൂതനായിരുന്നില്ലല്ലോ, അയാൾ ഒരു കാഫിറായിരുന്നില്ലല്ലോ. കാന റജുലൻ സ്വാലിഹൻ. അപ്പൊ ഖലീഫയുടെ വക സിന്ദീഖ്, ദൈവനിഷേധിയാണ്. മഅദല്ലാഹ്. സിന്ദീഖ് എന്ന് പറഞ്ഞാൽ കാഫിർ എന്നാണ്. കം ജാഹിലിൻ കം ആലിമിൻ ആലിമിൻ അഅയത് മദാഹി കം ആഖിലിൻ ആഖിലിൻ അഅയത് മദാഹിബുഹു വജാഹിലിൻ ജാഹിലിൻ തൽഖാഹു മർസൂഖാ ഹാദാ الذي ترك أوهام حائرة وصير العالم النحرير زنديقا. എത്ര ബുദ്ധിയുള്ള മനുഷ്യന്മാർ 5 കാശിന് വകയില്ലാതെ ലോകത്ത് ഒരു ജോലിയും കിട്ടാണ്ട് നടക്കുന്നുണ്ട്. എത്ര ഡിഗ്രിയും MA-യും PG ഒക്കെ ഉള്ള ആൾക്കാരാണ്, ജോലിയില്ല. ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്തവർ എത്ര വലിയ കോടീശ്വരന്മാരുണ്ട് ലോകത്ത്. ഹാദല്ലദീ തറകൽ ഔഹാമ ഹായിറതൻ. ഇത് ചിന്തിച്ചപ്പോൾ ചില ആളുകൾക്ക് ഒരെത്തും പിടിയും കിട്ടിയില്ല. എന്താണ് പടച്ചോനെ ഇതെന്ത് ന്യായം? വിദ്യാഭ്യാസമുള്ള എനിക്ക് പണിയില്ല, പക്ഷേ ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്തവന് കോടീശ്വരനാണ്. പടച്ചവനെ എത്രയോ നൈപുണ്യമുള്ള നിപുണന്മാരായ വലിയ വലിയ പണ്ഡിതന്മാർ സിന്ദീഖുകളായി മാറാൻ ഇത് കാരണമായിട്ടുണ്ട്. അവര് ദൈവനിഷേധത്തിലേക്ക് പോയി. എങ്ങനെ ഇത് സാധ്യമാവുക എന്ന് പറഞ്ഞു. സിന്ദീഖ് എന്ന് പറഞ്ഞ ദൈവനിഷേധി എന്നാണ്. മഅദല്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതങ്ങ് സംഭവിച്ചു പോയാൽ എത്ര വലിയ കുറ്റകരമാണ്. ഒരാളെ പറ്റിയും കാഫിർ എന്ന് പറയരുതേ. നിങ്ങൾ ആരെ പറ്റിയാണോ പറയുന്നത് ആ മനുഷ്യൻ യഥാർത്ഥത്തിൽ കാഫിർ ആണെങ്കിൽ ആ പറഞ്ഞത് അങ്ങനെയാ ഇല്ലേ, പറഞ്ഞ നിങ്ങളിലേക്ക് അത് തിരിച്ചു വരുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അതുകൊണ്ടാണ് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ആശയങ്ങളോടോ ഈ ഉമ്മത്തിന്റെ ആചാരങ്ങളോടോ വെറുപ്പും വിദ്വേഷവുമുള്ള ആളുകൾ മുശ്രിക്കുകളാണ്, മക്കാ മുശ്രിക്കുകളെ പോലെയാണ്, അല്ലെങ്കിൽ കാഫിറുകളാണ് എന്ന അവരുടെ മനസ്സിലെ ഒരു വിദ്വേഷമോ അല്ലെങ്കിൽ വൈരാഗ്യമോ പകയോ എന്തോ അവരൊരു പക്ഷേ നല്ല ശുദ്ധമായ ഉദ്ദേശത്തിലായിരിക്കാൻ ചിലപ്പോൾ പറയണത്. അല്ലാഹു ആലം ബി മുറാദിഹിം. എന്ത് തന്നെയാണെങ്കിലും ശിർക്ക് കുഫ്ർ ആരോപണം വളരെ ഗുരുതരമാണ്. അത് പറയുന്ന മുഅ്മിനീങ്ങൾ അല്ലാഹുവിലും അവന്റെ സിഫാത്തിലും വിശ്വാസമുള്ളവരാണ്. അങ്ങനത്തെ ആളുകൾ
മഹാന്മാരെ സിയാറത്ത് ചെയ്തതിന്റെ പേരിൽ, അല്ലെങ്കിൽ അവരുടെ ഉറൂസ്, അവരുടെ ആണ്ട് നേർച്ചകൾ കഴിച്ചതിന്റെ പേരിൽ ഹറാമുകളൊന്നും ഒരു മുഅ്മിനും ആരും ചെയ്യാൻ പാടില്ല, ആർക്കും ചെയ്യാൻ അധികാരവുമില്ല. പക്ഷേ നല്ല നല്ല ആചാരങ്ങളെയോ അനുഷ്ഠാനങ്ങളെയോ കുഫറും ഷിർക്കും ചാർത്തിയിട്ട് ചാപ്പ കുത്തി വിടുമ്പോൾ ഒന്ന് ആലോചിക്കുക, ഞാൻ ആരെ പറ്റിയാണോ ഇത് ആരോപിക്കുന്നത് ആ മനുഷ്യൻ എന്നെക്കാളും ഈമാനുള്ളൊരു മുഅ്മിനാണെങ്കിൽ, ആ മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അഹ്ലുകാരിൽപ്പെട്ട ആളാണെങ്കിൽ, അയാൾ മുശ്രിക്കാണെന്നോ അത്തരം ആളുകളാണെന്നോ ഒരാരോപണം ഉന്നയിച്ചാൽ ഈ പറയുന്ന ആളിലേക്ക് അത് തിരിച്ചു വരും എന്ന് പറഞ്ഞാൽ പറയുന്നവൻ കുഫറിലേക്ക് പോകുമെന്ന് അതിനർത്ഥം. മഅദല്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ടാണ് സംഘടന ആവേശങ്ങളൊക്കെ പലർക്കും പല രീതിയിലായിരിക്കും പ്രകടിപ്പിക്കുക. പക്ഷേ കുഫറും ഷിർക്കും ആരോപിക്കേണ്ട. നിങ്ങൾക്ക് മനസ്സിലായത് ഇങ്ങനെയാണ്, ഞങ്ങളുടെ തെളിവനുസരിച്ച് ഞങ്ങൾക്ക് ഇങ്ങനെയാണ് മനസ്സിലാവുന്നത്, അങ്ങനെയൊക്കെ വേണേൽ പറഞ്ഞു വയ്ക്കോ എന്നല്ലാതെ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ അഖീദയിലും ആചാരങ്ങളിലും നിലകൊള്ളുന്നവർ ഷിർക്കും കുഫറോ ചെയ്യുന്നത് എന്ന് പറയല്ലേ, അത് ഗുരുതരമാണ്. കാര്യം കൈവിട്ടുപോകും. ഗുരുതരമായ പ്രശ്നമാണത്. മഹാനായ അല്ലാമ അമശ് തങ്ങളെ കുറിച്ച് ഈ മഹദി പറഞ്ഞു സിന്ദീഖ്. ആദ്യം പറഞ്ഞു ഖബർ കത്തിച്ചു കളയും. അപ്പൊ മഹാൻ പറഞ്ഞു സ്വാലിഹായ ഒരു മനുഷ്യന്റെ ഖബർ കത്തിച്ചു കളയും. അപ്പൊ പറഞ്ഞു അയാൾ ദൈവനിഷേധിയാണ്. യാ അല്ലാഹ്, ആലിമുൻ മിൻ ജഹാബിദത്തിൽ ഉലമ, മഹാന്മാരായ പണ്ഡിതന്മാരുടെ ശ്രേണിയിലെ ഉന്നത ശ്രേണിയിൽ കിടക്കുന്ന മഹാനാണ് ഇമാം അമശ് എന്നവർ മുഹദ്ദിസാൻ. ആ ഹദീദ് പണ്ഡിതനെ കുറിച്ച് അന്നത്തെ ഭരണാധികാരിയുടെ ഫത്വ, ഇയാൾ ദൈവനിഷേധിയാണ്. അതങ്ങ് പറഞ്ഞപ്പോ മഹാനായ ശരീഖ് റഹ്മത്തുള്ളാഹി അലൈഹി സടകുടഞ്ഞെഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു ലാ വലാ ഹുവ ബിസിന്ദീഖ്, ഒരിക്കലുമല്ല അദ്ദേഹം ദൈവനിഷേധിയല്ല. ഇന്നമാ സീമസ്സിന്ദീഖി മഅറൂഫ, ദൈവനിഷേധികളുടെ അടയാളം അറിയപ്പെട്ടതാണല്ലോ. ആരാ ദൈവനിഷേധികൾ? എന്തൊക്കെയാ അവർ ചെയ്യുന്നത്? ഫസ്സിന്ദീഖു യശ്റബുൽ ഖംർ, അവരെ അള്ളാഹുവിന്റെ നിയമത്തെ ലംഘിക്കുകയും ലഹരി ഉപയോഗിക്കുകയും ചെയ്യുന്നവരാണ്. വലാ യഹ്ളുറു സ്വലാത മഅൽ ജമാഅ, നിസ്കാരത്തിന് ജമാഅത്തിൽ കൂടാത്തവരാണവർ. വയൽഅബു മഅൽ ഖയാൻ, പാട്ടുപാടുന്ന നടീനടന്മാരുടെ കൂടെ നൃത്തം ചെയ്യുന്നവരോടുകൂടെ കളിച്ച് ചിരിച്ച് നടക്കുന്നവരാണ് അവര്. ആ ഒരു അടയാളം എൻ്റെ ഗുരുനാഥനായ അമശിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ ഈ പണിയൊക്കെ ചെയ്യുന്ന ആളായിരുന്നു മഹ്ദി എന്ന് പറയുന്ന ഈ ഖലീഫ. നിങ്ങളല്ലേ ഈ പണി ചെയ്യുന്നത്? എൻ്റെ ഗുരുനാഥനും ഹദീസ് പണ്ഡിതനുമായ അമശ് എന്നവരെ കുറിച്ച് ഖുറൈശി നേതാക്കന്മാരെയോ ഖുറൈശി ഭരണാധികാരികളെയോ കുറിച്ച് നബിതങ്ങൾ പറഞ്ഞ ഹദീസ് ഉദ്ധരിച്ചു എന്ന ഒരൊറ്റ കാരണത്തിന്റെ പേരിൽ നിങ്ങൾ ദൈവനിഷേധിയാക്കുകയാണോ? യാ അല്ലാഹ്, തങ്ങ് പറഞ്ഞപ്പോ മഹാനായ ശരീഖ് ഇബ്നു അബ്ദുല്ലാഹിൽ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹിയോട് എന്തെന്നില്ലാത്ത പകയും ദേഷ്യവുമായി ഖലീഫയുടെ മുഖമാകെ ചുവന്നു തൊടുക്കുകയാണ്. വല്ലാഹി ലഅഖ്തുലന്നക, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, നിങ്ങളെ ഞാൻ കൊല ചെയ്തു കളയും എന്ന് പറഞ്ഞപ്പോ മഹാനായ ശരീഖ് തങ്ങളുടെ വളരെ മൗനമായ മറുപടി, ഇദൻ തൽഖല്ലാഹ ബിമുഹ്ജതി നഫ്സിൻ ഖതൽതഹാ ബിഗൈരി ഹഖ്, നിങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് വരുമ്പോ അനർഹമായ ഒരു ജീവനെടുത്തു എന്ന പാപഭാരവുമായി, നിരപരാധിയായ ഒരു ശരീരത്തെയാണ് കൊന്നത് എന്ന പാപഭാരവുമായിട്ടാണ് നിങ്ങൾ മശ്റയിലേക്ക് വരുന്നത്, ഓർമ്മ വേണം എന്ന് സധൈര്യം വിളിച്ചു പറഞ്ഞ മഹാനാണ് ശരീഖ് ബിൻ അബ്ദുല്ലാഹിൽ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി. മരിച്ചുപോയൊരു ആലിമിനെ കുറിച്ച്, തന്റെ ഗുരുനാഥനെ കുറിച്ച്, അൽ അഅ്മശ് എന്ന മഹാനവറുകളെ കുറിച്ച് പറയാൻ പാടില്ലാത്തത് പറഞ്ഞപ്പോൾ അവിടെ മൗനിയായി നിൽക്കുകയല്ല. ഒരു വിശ്വാസി എന്നത് മുഅ്മിനായ മനുഷ്യന് ഇസ്സത്തിന് കോട്ടം വരുന്നിടത്ത് മുഅ്മിനീങ്ങൾ ഇടപെടുകയും ആ ഇസ്സത്തിനെ സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് അവരുടെ ബാധ്യതയാണ്. പള്ളിക്കമ്മിറ്റി ഭാരവാഹികൾ, അല്ലാഹു അവരുടെ സേവനങ്ങളൊക്കെ സ്വീകരിക്കട്ടെ. അവരിൽ വലിയൊരു വിഭാഗം മഹലിന് വേണ്ടി ത്യാഗം ചെയ്ത് റിട്ടയർ ചെയ്യുന്നവരാണ്. ത്യാഗം ചെയ്ത് പടിയിറങ്ങുമ്പോഴേ 1000 രൂപന്റെ ബില്ലില്ല എന്ന് പറഞ്ഞ ഖജാൻജിയെ കള്ളനാക്കും. ആ സാധുവിന്റെ കയ്യിൽ നിന്ന് എത്രയോ പൈസ എടുത്ത് പള്ളിക്ക് ചെലവാക്കിയിട്ടുണ്ടാവും. പക്ഷേ കുറച്ച് ജനറൽ ബോഡിയൊക്കെ കൂടുമ്പോൾ 4 ആളുകൾ വന്ന് അവിടെ ഒരു ഫിത്നയും ഫസാദൊക്കെ ഉണ്ടാക്കി ആ കമ്മിറ്റി ഭാരവാഹികൾ മുഴുവൻ കൊള്ളാത്തവരാണെന്ന് പറഞ്ഞ് പുതിയൊരു കമ്മിറ്റി വേണമെന്ന് വാദമുണ്ടാകുന്നു. ആ ആളുകൾ സേവനം ചെയ്തത് അത്രയും സങ്കടത്തിൽ മുക്കിക്കളഞ്ഞ് അവരെ പടിയിറക്കി കളയുന്നു. നമ്മൾ ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. തെറ്റുകൾ
നസീഹത്ത് ഉദ്ദേശിച്ചുകൊണ്ട് തിരുത്തി കൊടുക്കാൻ. ഒരു മനുഷ്യൻ നന്നാവണം, ഒരു മനുഷ്യൻ സ്വർഗത്തിലേക്ക് പോകണം, അള്ളാഹുവിന്റെ കോപത്തിലേക്കായി പോകരുത്, അവർക്ക് സ്വർഗം ലഭിക്കണമെന്ന അദ്ദീനു അന്നസീഹ, ദീൻ എന്ന് പറയുന്നത് ഗുണകാംക്ഷയാണ്. ഖുൽനാലിമൻ, ആരോടൊക്കെയാണ് നബിയെ ഞങ്ങൾക്ക് ഗുണകാംക്ഷ വേണ്ടത്? ഖാല ലില്ലാഹി വലിറസൂലിഹി വലിഅഇമ്മത്തിൽ മുസ്ലിമീന വആമ്മതിഹിം. നിങ്ങൾ ഗുണം കാക്ഷിക്കണം അല്ലാഹുവിനെ, അവന്റെ റസൂലിനെ. എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അപമാനകരമായ വിഷയങ്ങൾ ഇടപെടുത്തുമ്പോൾ നിങ്ങൾ സംരക്ഷണം നൽകണം. അല്ലാഹുവിനും അവന്റെ റസൂലിനും നിങ്ങൾ ഇസ്സത്ത് കാത്തുകൊടുക്കണം. മുസ്ലിമീങ്ങളുടെ ഭരണാധികാരികൾ, മുസ്ലിമീങ്ങളുടെ അധികാരം നൽകപ്പെട്ടവര്, അത് വെറും ഖലീഫമാരെന്ന് മാത്രമല്ല, ഈ ഉമ്മത്തിന് ആത്മീയ നേതൃത്വം നൽകുന്നവരടക്കം, ഈ ഉമ്മത്തിന് രാഷ്ട്രീയമായ പൊതുബോധം നൽകുന്നവരടക്കമുള്ള ആളുകളിൽ ഗുണകാംക്ഷ വേണം എന്നാണ് ഉമ്മത്തിന് നബി തങ്ങൾ പഠിപ്പിക്കുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസിനൊന്നും കേരളത്തിൽ മാനല്ല എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളുണ്ട്. എത്ര ഗുരുതരമാണ് ആ ചിന്ത പോലും നിങ്ങൾ ആലോചിച്ച് നോക്കി. മുസ്ലിമീങ്ങളുടെ നേതാക്കന്മാരോട് ഗുണകാംക്ഷ വേണം. വഅമ്മതിഹിം, മുസ്ലിമീങ്ങളിലെ പാവപ്പെട്ട സാധാരണക്കാർക്ക് പോലും നന്മ വരണം എന്ന് നിങ്ങൾ വിചാരിക്കണം. ഇസ്ലാം നന്മ വിചാരിക്കലാണ്, ഇസ്ലാം ഗുണകാംക്ഷയാണ്. ഏതൊരു മതത്തിനും അതിൻ്റെതായ മുഖ്യമായ സ്വഭാവമുണ്ട്. എന്നാൽ ഇസ്ലാമിൻ്റെ തനതായ സ്വഭാവം അന്നസീഹ, ഗുണകാംക്ഷയാണ്. ഗുണം വരണം, എല്ലാവരും രക്ഷപ്പെടണം, എല്ലാവരും നന്നാവണം. ഇതാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത്. മഹാനായ ശരീഖ് റഹ്മത്തുള്ളാഹി അലൈഹി ചെയ്തതും ഇത് തന്നെയാണ്. ഖലീഫ പറഞ്ഞു, അഖ്രിജൂ, ആ മനുഷ്യനെ എന്റെ മുമ്പിന്ന് കൊണ്ടുപോകൂ എന്ന് പറഞ്ഞ് മഹാനായ ശരീഖ് റഹ്മത്തുള്ളാഹി തആല അലൈഹി അവിടെ നിന്ന് കൊണ്ടുപോകുമ്പോ ആ മഹാന്റെ തൊപ്പിയിലും കുപ്പായത്തിലും കുന്തമുനകളെ കൊണ്ട് മുറിവേൽപ്പിച്ചുകൊണ്ടാണ് കടത്തിവിടുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബിമാരിലൂടെ, താബിഈങ്ങളിലൂടെ ഇൽമ പഠിച്ച മഹാന്മാരായ ആളുകൾ ഒരു തിന്മയുടെ മുമ്പിലും, ഒരു രാജാവിന്റെ മുമ്പിലും, ഒരു ഭരണാധികാരിയുടെ മുമ്പിലും നന്മയെ, ധർമ്മത്തെ അടിയറവ് വെച്ചുകൂടാ എന്ന് ഉറക്കെ പഠിപ്പിച്ചവര്. ഈ നന്മ നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വരണം. പ്രശ്നങ്ങൾ ഉണ്ടാക്കണമെന്നല്ല ഞാൻ പറയുന്നത്, അതൊരിക്കലും ചെയ്യാൻ പാടുള്ളതുമല്ല. ഗുണകാംക്ഷയോടുകൂടെ തെറ്റുകളെ തിരുത്തി കൊടുക്കുക, ആക്ഷേപിച്ചുകൊണ്ടല്ല. ആരും അത് ഇഷ്ടപ്പെടുകയുമില്ല. ഒരു മഹാന്റെ മുമ്പിൽ വന്നിട്ട് ഒരാൾ വന്ന് പറഞ്ഞു, ഒരു വലിയ ആലിം ഒരു ഭരണാധികാരിയുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഖലീഫ മൻസൂർ, അദ്ദേഹത്തിന്റെ മുമ്പിൽ വന്നിട്ടാ പറയുന്നത്, ഞാൻ ഉപദേശിക്കാൻ പോവാണ് നിങ്ങളെ, ഞാൻ ചിലപ്പോൾ ഇച്ചിരി കടുപ്പത്തിൽ പറയും, അതിലെന്നോടൊന്നും വിഷമം വിചാരിക്കരുത്. അപ്പൊ മഹാനായ ആ ഭരണാധികാരി ചോദിച്ചു ആലിമിനോട്, ഒരു കാര്യം പറഞ്ഞോട്ടെ, ഫിർഔനെക്കാളും മോശപ്പെട്ട ആളാണോ ഞാൻ? അല്ല, അത്രക്കൊന്നുമില്ല. പിന്നെ മൂസ നബിയെക്കാളും ഹാറൂൻ നബിയെക്കാളും മുന്തിയ ആളാണോ നിങ്ങള്? അതുമല്ല. എന്നാൽ ഫിർഔനിന്റെ മുമ്പിലേക്ക് മൂസ നബിയെയും ഹാറൂൻ നബിയെയും അള്ളാഹു പറഞ്ഞയച്ചപ്പോഴേ എന്താ പറഞ്ഞത്? ഖൂലാലഹു ഖൗലൻ ലയ്യിനാ, ഫിർഔനിനോട് സൗമ്യമായി നല്ല സ്വരത്തിൽ വളരെ വിനയത്തോടെ സംസാരിക്കണേ എന്നല്ലേ പറഞ്ഞത്? അവിടെ പോയി ഒച്ചപ്പാടുണ്ടാക്കണം എന്നാണോ പറഞ്ഞത്? അവരെ പോയി ആക്രോശിക്കണം എന്നാണോ പറഞ്ഞത്? ഫിർഔനോട് പോയി പറഞ്ഞപ്പോൾ പോലും മൂസ നബിയോടും ഹാറൂൻ നബിയോടും നിങ്ങൾ ഒച്ച വെച്ച് ബഹളം ഉണ്ടാക്കരുത്, കാര്യം സൗമ്യമായി ധരിപ്പിക്കുക എന്നാ പറഞ്ഞത്. അപ്പൊ ഫിർഔനെക്കാളും മോശമൊന്നല്ലല്ലോ ഞാൻ, അതുകൊണ്ട് എന്നോട് ഈ കടുപ്പത്തിൽ എന്തിനാ നിങ്ങൾ സംസാരിക്കാൻ പോകുന്നത്? നിങ്ങൾ മൂസ നബിയും ഹാറൂൻ നബിയും ചെയ്ത പണിയെടുത്താൽ പോരെ എന്ന് ചോദിച്ചു നാം മറുപടിയായിട്ട്. ഇത് പള്ളിയിലെ ഖത്തീബുമാര് മനസ്സിലാക്കണം. ജുമുഅക്ക് ശേഷമോ മറ്റോ അല്ലെങ്കിൽ നാട്ടിൽ എപ്പോഴെങ്കിലും വഅദും പ്രസംഗമൊക്കെ ഉണ്ടാകുമ്പോഴോ കാര്യങ്ങൾ പൊതുജനങ്ങളെ ധരിപ്പിച്ചു കൊടുക്കുമ്പോൾ ഒരുപക്ഷെ വലിയൊരു തെറ്റിദ്ധാരണയോ വിദ്വേഷമോ പ്രശ്നങ്ങളോ ഉണ്ടാകാൻ പലപ്പോഴും കാരണമാകുന്നത് തെറ്റുകൾ ചെയ്തവരുടെ നാടും തറവാടും പേരെടുത്ത് വിളിച്ചു പറയാ, അവർ ചെയ്ത തിന്മകളെ പരസ്യമായി അങ്ങനെ തന്നെ തുറന്നു കാണിക്കുക. അങ്ങനെയൊന്നും ചെയ്യേണ്ട. തെറ്റുകളെ തെറ്റാണെന്ന് മനസ്സിലാക്കി കൊടുക്കുക. ആളുകളുടെ പേരുകൾ പറയാതെ, വ്യക്തി ആക്ഷേപങ്ങൾ ചെയ്യാതെ, അടിച്ചാക്ഷേപിക്കാതെ, അപമാനിക്കാതെ അങ്ങനെ ചെയ്യുന്നിടത്താണ് നസ്വീഹത്തായി മാറുന്നത്. ഇന്ന് ആവശ്യം അതാണ്. ഇന്നൊക്കെ പേരെടുത്ത് ആളുടെ പേരും അഡ്രസ്സും നാമവും ഒപ്പം ഫോട്ടോവും, ചിലതൊക്കെ കുറച്ച് എഡിറ്റിംഗ് ഒക്കെ ചെയ്തതായിരിക്കും, എന്നിട്ടാ ഇന്ന് വിടുന്നത് പോസ്റ്ററുകളൊക്കെ. ഇതെന്ത് ഗുണകാംക്ഷയാണ്? ഇതെന്ത് നസ്വീഹത്താണ്? ഇതിനൊക്കെ നമുക്ക് ദീനീ പ്രവർത്തനം എന്ന് പറയാൻ കഴിയുമോ?
അതുകൊണ്ട് ശ്രദ്ധിക്കണേ, അള്ളാഹുവിനെ സൂക്ഷിക്കണേ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി, അള്ളാഹുവിനെ നിങ്ങൾ അർഹിക്കുന്ന വിധം പടച്ചവനെ ഭയപ്പെടണമേ എന്ന് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് നമ്മളിവിടെ ഓർക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.